ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പല അനാലിസിസ് വീഡിയോയിലും പറയുന്നു, മാർക്കറ്റ് ഒരു ബൈയിങ് മൂവ്മെന്റ് മോർണിംഗിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ ഒരു 12 മണി 1 മണിക്കൊക്കെ ശേഷം നല്ലൊരു സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം എക്സാക്ട്ലി കുറെ ദിവസമായിട്ട് മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സോ മാർക്കറ്റ് ബൈയിങ് സൈഡ് പോകും ഫസ്റ്റ് ഹാഫിൽ, സെക്കൻഡ് ഹാഫിൽ അത് റിവേഴ്സ് ആയിട്ട് നമുക്ക് ഒരു എന്താ പറയാ ക്യാൻഡിൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു അപ്പർ വീക്ക് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. നിങ്ങൾക്ക് ഈ ഒരു റാലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെല്ലിംഗ് സിങ് തുടങ്ങിയ പിന്നെ നിങ്ങൾ എടുത്തു നോക്കിയ ഡെയിലി ക്യാൻഡിൽ എടുത്തു നോക്കിയാൽ ഒരുപാട് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പർ ആയിട്ടുള്ള വിക്ക്, അതായത് അത് മോർണിംഗിൽ ബൈയിങ്ങിൽ പോയിട്ട് പിന്നെ അത് റിവേഴ്സ് ആവുന്നത്. സോ ഇന്നും അതേപോലെ തന്നെയാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ അവസ്ഥ ഉണ്ടായിരുന്നത്. മാർക്കറ്റ് അപ്സൈഡ് പോയിട്ട് സെക്കൻഡ് ഹാഫിൽ ഇത് റിവേഴ്സ് ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. സോ എനിവേ, നമ്മൾ ഇപ്പം നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നാളെ മാർക്കറ്റ് ഓഫാണ്. നാളെ മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഇലക്ഷനിലാണ്. സോ മഹാരാഷ്ട്ര ഇലക്ഷനിലായതുകൊണ്ടാണ് നാളത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റ് ഡേ ഓഫ് കൊടുത്തത്. സോ നാളെ വൈകുന്നേരം ആയിരിക്കും എക്സിറ്റ് പോൾ വരിക. സോ എക്സിറ്റ് പോളുകൾ ചിലപ്പോഴൊക്കെ മാർക്കറ്റിനെ എഫക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നാളത്തെ ഈവനിങ്ങിലുള്ള, അതായത് ഈവനിങ്ങിൽ വരുന്ന എക്സിറ്റ് പോൾ റിസൾട്ടുകൾ മറ്റന്നാൾ മാർക്കറ്റിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രീ പ്ലാൻ ചെയ്യാതെ നാളത്തെ എക്സിറ്റ് പോൾ എങ്ങനെയാണോ അതിനനുസരിച്ച് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇനി നമുക്ക് എലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സാറ്റർഡേ ആണ്, പിന്നെ മൺഡേ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇത് ഒരു മാർക്കറ്റിനെ തിരിച്ച് അല്ലെങ്കിൽ ബുള്ളിഷ് ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എഫക്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഈ ഇലക്ഷന്, കാരണം മറ്റൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ താൽക്കാലികമായിട്ട് ചെറിയൊരു പുൾ ബാക്കോ അല്ലെങ്കിൽ മോർ സെല്ലിങ്ങോ ഇലക്ഷന്റെ റിസൾട്ടിനനുസരിച്ച് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇപ്പം നിലവിലുള്ള ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എക്സിറ്റ് പോൾ റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നെങ്കിൽ വീണ്ടും സെല്ലിങ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതല്ല, അത് ഗവൺമെന്റിന് അനുകൂലമായിട്ടാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു റിക്കവറി മാർക്കറ്റിൽ ഒരു പോസിബിലിറ്റി ആണ് അതൊക്കെ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. എനിവേ നമുക്ക് നോക്കാം. ഇന്നും FIIയുടെ സെല്ലിങ് 3400 സംതിങ് ക്രോറിന്റെ സെല്ലിങ് നടന്നിട്ടുണ്ട്. EIA 2000 സംതിങ്ങിന്റെ വാങ്ങിയിട്ടുണ്ട്. എനിവേ ഇതൊക്കെയാണ് മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് ഇന്നത്തെ ചാർട്ടും കൂടി നോക്കാം. അതുപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാൻ, ബാങ്ക് നിഫ്റ്റിയിലൊക്കെ പറഞ്ഞ പ്ലാൻ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് വർക്കായി നോക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്. ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ ഒരു ടൈപ്പ് ക്യാൻഡിൽ, അതായത് അപ്പർ വിക്ക് ആയിട്ടുള്ള ഒരുപാട് ക്യാൻഡിലുകൾ ഈ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലെ ഓൾമോസ്റ്റ് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ബൈയിങ് സൈഡ് പോയിട്ട് സെക്കൻഡ് ഹാൻഡ് 12 മണിക്ക് ശേഷം, അതായത് സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന ഒരു പാറ്റേൺ ആണ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാൻഡിൽ വൈസ് നിങ്ങൾക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ കൺഫേം ഒന്നെങ്കിൽ സ്ട്രോങ് ഗ്രിഡ് ക്യാൻഡിൽ, അതായത് വൺ സൈഡ് മൂവ്മെന്റ് ആണ് ഇത് നമുക്ക് തരുന്നത്. സോ അതല്ലെങ്കിൽ ഈ ഒരു അപ്പർ വിക്ക് ക്യാൻഡിൽ. സോ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സെല്ലിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെല് ചെയ്യാം. അതല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് തരികയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് സെല്ലിങ് ഒരു 12 മണിക്ക് ശേഷമൊക്കെ സെല്ലിങ് വരുമ്പോൾ ആ സെല്ലിങ്ങിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. കാരണം ഇവിടെയുള്ള എല്ലാ ക്യാൻഡിലും നിങ്ങൾ നോക്കാൻ മതി, ഈ ഒരു റേഞ്ചിലുള്ള ക്യാൻഡിൽ ഒന്നില്ലെങ്കിൽ നല്ലൊരു റെഡ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇതെല്ലാം ഇവിടെ 1 2 നിങ്ങൾക്ക് ഇവിടെ 7 എടുക്കാം, 3 4 5 അങ്ങനെ ഒരു 10 ക്യാൻഡിലോളം അപ്പർ വിക്ക് ക്യാൻഡിലാണ് ഇവിടെ നമുക്ക് ക്രിയേറ്റ്. ഇതൊക്കെ എന്താ വെച്ചാൽ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ഫസ്റ്റ് ബൈയിങ്ങിലേക്ക് പോയിട്ട് പിന്നെ റിവേഴ്സ് ആവുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ എനിവേ ഇന്നത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു നല്ലൊരു ബൈയിങ് തന്നെയാണ് മോർണിംഗിൽ തന്നത്. ഓൾമോസ്റ്റ് 23,800 അടുത്ത് മാർക്കറ്റ് പോയിട്ട് പിന്നെ കംപ്ലീറ്റ്ലി 2 മണിക്ക് ശേഷം നല്ലൊരു ഷാർപ്പ് സെല്ലിങ് വന്നിട്ട് അത് റിവേഴ്സ് ആയിട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാങ്ക് നിഫ്റ്റി ആണ്.
ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നും റെഡ് ക്യാൻഡിലാണ്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ചെറിയ ചെറിയ ക്യാൻഡിലാണെങ്കിലും ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് ക്രിയേറ്റ് ആകുന്നത്. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് അതേ ഒരു ലെവൽ തന്നെയാണ്. നല്ലൊരു ബൈയിങ് തന്നു, പിന്നെ അവിടുന്ന് റിവേഴ്സ് ആയിട്ട് എവിടെയാണോ ഓപ്പൺ ചെയ്തത് ഓൾമോസ്റ്റ് ആ ലെവലിൽ നിന്ന് ക്ലോസ് ആയിട്ടുണ്ട്. സോ ഇന്നലെ നമ്മൾ ഒരു ട്രേഡ് പറഞ്ഞത്, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ ട്രേഡ് എന്ന് പറയുന്നത്, ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ഒന്ന് നമ്മൾ സെല്ലിങ്, ഒന്ന് ബൈയിങ്. ബൈയിങ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ലെവല് മാർക്കറ്റ് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു സ്ട്രോങ് കാണുകയാണെങ്കിൽ, സ്ട്രോങ് ക്യാൻഡിലൊക്കെ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഒരു ബൈയിങ്ങിലേക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ, ഇതിന് മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എക്സാക്ട്ലി മാർക്കറ്റ് നല്ലൊരു ട്രേഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അതൊരു ഫസ്റ്റ് ട്രേഡ് ആയിരുന്നു. മാർക്കറ്റ് ഓൾമോസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് ഇന്നത്തെ മാർക്കറ്റ്. നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവൽ, അത് നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അവിടെ നിന്ന് ഒരു ചെറിയൊരു ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ട് പിന്നെ ഷാർപ്പായിട്ട് ഒരു 2-3 ക്യാൻഡിൽ ഉണ്ടായിരുന്നു നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നാളത്തെ പ്ലാൻ എന്ന് വെച്ചാൽ, നാളത്തെ ഞാൻ പ്ലാൻ പറയുന്നില്ല, കാരണം മഹാരാഷ്ട്ര ഇലക്ഷന്റെ ഒരു എഫക്ട് ഉണ്ടാവുന്നതുകൊണ്ട് മാർക്കറ്റ് ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൽ ട്രേഡ് നിന്ന് മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത്, കാരണം മാർക്കറ്റ് നല്ല വാളറ്റൈൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയിൽ പറഞ്ഞ ട്രേഡ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ബൈയിങ് സൈഡും ഒന്ന് സെല്ലിംഗ് സൈഡും. സെല്ലിംഗ് സൈഡ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിങ്ങിൽ പോവാം. അതെല്ലാം മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ബൈയിങ് മൂവ്മെന്റ് തരികയാണെങ്കിൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എങ്ങനെയാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുകൂടി പറയാം. കാരണം മാർക്കറ്റ് പ്രീവിയസ് ഡേ ഒരു ബൈയിങ്ങിൽ തന്നിട്ട് ചെറിയൊരു സെല്ലിങ്ങിലാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ഈ ഒരു പ്രീവിയസ് ഡേ ആയിട്ടുള്ള ഒരു ലെവൽ, അതായത് ഇത് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ ഒരു ദിവസം മുമ്പത്തെ ക്യാൻഡിൽ 23,600 ഷാർപ്പായിട്ട് റിവേഴ്സലായിട്ട് മാർക്കറ്റ് പിറ്റേന്ന് തന്നെ സ്ട്രോങ് ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി മാർക്കറ്റ് മുമ്പോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇത്രയും ഇവിടുന്ന് ഷാർപ്പ് സെല്ലിങ് വന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൂടാതെ നമ്മൾ പറഞ്ഞതാണ്, ഈ ഒരു റിവേഴ്സൽ, അതായത് മാർക്കറ്റ് ഫസ്റ്റ് ഹാഫിൽ ഒരു ബൈയിങ് മൂവ്മെന്റ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെയുള്ള ഒരു ക്യാൻഡിൽ കാണുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സ്ട്രോങ് ഇവിടെ കൺസോളിഡേഷൻ നടത്തിയിട്ട് ഒരു സ്ട്രോങ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രേഡിനെ കുറിച്ച് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ്. എനിവേ നമുക്ക് നോക്കാം നാളത്തെ എക്സിറ്റ് പോൾ എങ്ങനെയാണ്, അതിനനുസരിച്ച് എന്തായിരിക്കും മാർക്കറ്റിന്റെ റിയാക്ഷൻ എന്നൊക്കെ. ഇനിയിപ്പം എക്സ്പയറി ഡേ ആണ് നിഫ്റ്റിയിൽ, വ്യാഴാഴ്ച. സോ അന്ന് എക്സ്പയറി ഡേയും കൂടിയാണ്. അതേപോലെ മാർക്കറ്റിൽ ഈ ഒരു എക്സിറ്റ് പോളിന്റെ ഒരു വാളറ്റിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയും കൂടിയുണ്ട്. സോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.